ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വിശ്വകായിക മഹാമേള ഒളിമ്പിക്സിന് ഇന്ന് പാരീസിൽ സമാപനം. അടുത്ത ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള നടപടികൾ സജീവം. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് 5 അംഗ സമിതിയെ നിയോഗിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. നിറപുത്തരി പൂജ നാളെ. വാർത്തകൾ വിശദമായി. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ചടങ്ങിൽ 34 വയൽ വിളകളും 27 പഴം പച്ചക്കറി വിളകളും ഉൾപ്പെടെയുള്ളവയുടെ വ്യത്യസ്ത ഇനങ്ങളാണ് പുറത്തിറക്കുന്നത്. ചെറുധാന്യങ്ങൾ, തീറ്റവിളകൾ, എണ്ണക്കുരുക്കൾ, പയർവർഗ്ഗങ്ങൾ, കരിമ്പ്, പരുത്തി എന്നിവയുൾപ്പെടെ വിവിധ ധാന്യങ്ങളുടെ വിത്തുകളും പുറത്തിറക്കുന്നവയിൽ ഉൾപ്പെടുന്നു. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ജനകീയ തെരച്ചിൽ തുടരുന്നു. മുണ്ടക്കൈ, ചൂരൽമല ഉൾപ്പെടെയുള്ള 6 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ജനകീയ തെരച്ചിൽ നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ രാവിലെ മുതൽ തന്നെ ജനകീയ തിരച്ചിൽ ആരംഭിച്ചു. അപകടം ഏറ്റവും കൂടുതൽ നാശം വിതച്ച മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമട്ടം, സ്കൂൾ റോഡ്, വില്ലേജ് ഓഫീസ് റോഡ്, ചാലിയാറിലേക്കുള്ള കൈവരികൾ എന്നിവ കേന്ദ്രീകരിച്ചാണ് ജനകീയ തിരച്ചിൽ നടക്കുന്നത്. 2000-ലധികം സന്നദ്ധ പ്രവർത്തകരാണ് ജനകീയ തിരച്ചിലിന് നേതൃത്വം നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സൈന്യത്തിന്റെയും NDRFന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ നടത്തിയ സ്ഥലങ്ങളിൽ തന്നെയാണ് ഇന്നും പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. തിരച്ചിലിനായി പോകുന്നവർക്ക് പ്രത്യേക പാസ് ഉൾപ്പെടെ നൽകിയാണ് അകത്തേക്ക് കടത്തിവിടുന്നത്. ക്യാമ്പിലുള്ളവരും തിരച്ചിലിനായി പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ചയും ജനകീയ തിരച്ചിൽ നടത്തിയിരുന്നു. വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്. സ്ഥലത്തിന്റെ ചരിവും മണ്ണിന്റെ ഘടനയും ആഘാതം ഇരട്ടിയാക്കിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർച്ചയായി മഴ പെയ്ത് നനഞ്ഞു കുതിർന്നു കിടന്ന പ്രദേശത്ത് വീണ്ടും ശക്തമായ മഴയുണ്ടായപ്പോൾ മർദ്ദം താങ്ങാനായില്ലെന്നും ഉരുൾപൊട്ടലിന് ഇടയായി എന്നുമാണ് കണ്ടെത്തൽ. മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള നടപടികൾ ഊർജിതമാക്കി. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 5 അംഗ സമിതി രൂപീകരിച്ചു. താൽക്കാലിക പുനരധിവാസത്തിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പും പൊതുമരാമത്ത് വകുപ്പും കണ്ടെത്തിയ 65 കെട്ടിടങ്ങൾ ഉപയോഗസജ്ജമാക്കി കഴിഞ്ഞു. വാടക നൽകി ഉപയോഗിക്കാവുന്ന 286 വീടുകളും കണ്ടെത്തി. വാടക സംബന്ധിച്ച് സർക്കാർ മാർഗനിർദ്ദേശം പുറത്തിറക്കിയിട്ടുണ്ട്. സമിതി നൽകുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി താൽക്കാലിക പുനരധിവാസത്തിന് വിശദമായ രൂപരേഖ തയ്യാറാക്കും. മുൻ വിദേശകാര്യമന്ത്രി കെ നട്വർ സിംഗ് അന്തരിച്ചു. സംസ്കാരം ഇന്ന് ഡൽഹിയിൽ നടക്കും. 2004-2005 കാലഘട്ടത്തിൽ മൻമോഹൻ സിംഗ് മന്ത്രിസഭയിൽ വിദേശകാര്യമന്ത്രിയായിരുന്ന നട്വർ സിംഗ് നിരവധി പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. 1984-ൽ രാജ്യം അദ്ദേഹത്തിന് പത്മഭൂഷൺ നൽകി ആദരിച്ചു. നട്വർ സിംഗിന്റെ നിര്യാണത്തിൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി. മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. 70 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് താനൂരിലെ വസതിയിലായിരുന്നു അന്ത്യം. 2004-ലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്നു. 3 തവണ MLA ആയ അദ്ദേഹം 1992-ൽ ഉപതെരഞ്ഞെടുപ്പിൽ താനൂരിൽ നിന്നും 1996-ലും 2001-ലും തിരൂരങ്ങാടിയിൽ നിന്നുമാണ് ജയിച്ചത്. ഖബറടക്കം ഇന്ന് രാത്രി 8:30-ന് താനൂരിലെ വടക്കേ പള്ളിയിൽ നടക്കും. മുൻ മന്ത്രി കുട്ടി അഹമ്മദ് കുട്ടിയുടെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. മന്ത്രി എന്ന നിലയിലും നിയമസഭാംഗമെന്ന നിലയിലും ശ്രദ്ധേയമായ സാന്നിധ്യം പ്രകടമാക്കിയ പ്രമുഖ രാഷ്ട്രീയ നേതാവായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടിയെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. സന്നിധാനത്ത് നാളെ പുലർച്ചെയാണ് നിറപുത്തരി പൂജകൾ നടക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി ശബരിമല അയ്യപ്പസ്വാമിക്ക് മുന്നിൽ നെൽക്കതിരുകൾ പൂജിക്കുന്ന നിറപുത്തരി സന്നിധാനത്ത് നാളെ നടക്കും.
ഇരുമുടിക്കെട്ടിനൊപ്പം അയ്യപ്പസ്വാമിക്ക് പൂജിക്കാനുള്ള നെൽക്കതിരുകളുമായി തീർത്ഥാടകർ ഇന്നലെ മുതൽ തന്നെ മല കയറി തുടങ്ങി. സന്നിധാനത്തുൾപ്പെടെ പല സ്ഥലങ്ങളിൽ നിറപ്പുത്തരി പൂജയ്ക്കായി കൃഷി ചെയ്തതും കൂടാതെ തീർത്ഥാടകർ എത്തിക്കുന്നതുമായ നെൽക്കറ്റകൾ നാളെ രാവിലെ 5:30 തീർത്ഥം തളിച്ച് കിഴക്കേ മണ്ഡപത്തിൽ എത്തിക്കും. പൂജിച്ച ശേഷം കറ്റകൾ ശ്രീകോവിലിൽ കൊണ്ടുപോയി ദീപാരാധന നടത്തി അയ്യപ്പ ചൈതന്യം നിറയ്ക്കും. നെൽക്കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി നൽകും. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10-ന് നടയടയ്ക്കും. പിന്നീട് ചിങ്ങമാസ പൂജയ്ക്കായി ഈ മാസം 16-ന് വീണ്ടും നട തുറക്കും. വഖഫ് ആക്ട് ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ട സാഹചര്യത്തിൽ വിശദ ചർച്ചയ്ക്കായി സംസ്ഥാന വഖഫ് ബോർഡിന്റെ യോഗം നാളെ കോഴിക്കോട് ഡിവിഷണൽ ഓഫീസിൽ ചേരും. വഖഫ് ബോർഡ് ചെയർപേഴ്സൺ MK സക്കീർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ സംബന്ധിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. വിശ്വ കായിക മഹാമേള ഒളിമ്പിക്സിന് പാരീസിൽ ഇന്ന് സമാപനം. അത്ലറ്റിക്സ് വേദിയായ സ്റ്റേഡ് ഡി ഫ്രാൻസിൽ ഇന്ത്യൻ സമയം രാത്രി 12:30-നാണ് 33ാമത് ഒളിമ്പിക്സിന്റെ സമാപന ചടങ്ങ് ആരംഭിക്കുക. ചടങ്ങിൽ മലയാളി താരം PR ശ്രീജേഷും മനു ഭാക്കറും ഇന്ത്യൻ പതാകയേന്തും. ചടങ്ങിനൊടുവിൽ 2028-ലെ അടുത്ത ഒളിമ്പിക്സിന് വേദിയാവുന്ന ലോസ് ഏഞ്ചൽസ് പ്രതിനിധികൾക്ക് ഒളിമ്പിക് പതാക കൈമാറും. പാരീസ് ഒളിമ്പിക്സിലെ 1ാം സ്ഥാനത്തിനായി അമേരിക്കയും ചൈനയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് നടക്കുന്നത്. 39 സ്വർണം ഉൾപ്പെടെ 90 മെഡലുകളുമായി ചൈന 1ാം സ്ഥാനത്തുള്ളപ്പോൾ 38 സ്വർണ്ണ മെഡലടക്കം 122 മെഡലുകളുമായി അമേരിക്ക 2ാം സ്ഥാനത്താണ്. സന്തോഷ് ട്രോഫി ഫുട്ബോളിനുള്ള കേരള ടീമിന്റെ പരിശീലകനായി ബിബി തോമസിനെ നിയമിച്ചു. ഇന്ത്യയുടെ അണ്ടർ-16 വനിതാ ടീമിന്റെ ചുമതല വഹിച്ച ഇദ്ദേഹം തൃശൂർ രാമവർമ്മപുരം സ്വദേശിയാണ്. സന്തോഷ് ട്രോഫി പ്രാഥമിക റൌണ്ട് മത്സരങ്ങൾക്ക് നവംബറിൽ തുടക്കമാവും. തിരുവനന്തപുരത്ത് നടക്കുന്ന 16ാമത് ദേശീയ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിന് ഇന്ന് സമാപനം. ദേശീയ കളരിപ്പയറ്റ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കാര്യവട്ടം LNCPയിൽ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 850-ലേറെ താരങ്ങളാണ് മത്സരിക്കുന്നത്. വിവിധ ഇനങ്ങളിലായി സീനിയർ, ജൂനിയർ, സബ് ജൂനിയർ വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്ത് ചൊവ്വാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂർ ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ സഞ്ചാരികൾക്ക് അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാൻ QR കോഡ് ഒരുങ്ങുന്നു. ഇതോടെ ജനങ്ങൾക്ക് പരാതികളും നിർദ്ദേശങ്ങളും ഇനി അധികൃതരെ എളുപ്പത്തിൽ അറിയിക്കാനാകും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പയ്യാമ്പലം ബീച്ച്, പയ്യാമ്പലം പാർക്ക്, പയ്യാമ്പലം സീ പാത്ത് വേ, ധർമ്മടം ബീച്ച്, ധർമ്മടം പാർക്ക്, പുല്ലൂപ്പിക്കടവ് ടൂറിസം കേന്ദ്രം എന്നിവിടങ്ങളിൽ QR കോഡ് ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി സംസ്ഥാനത്ത് തന്നെ ആദ്യമായാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ ശുചിത്വം, ജീവനക്കാരുടെ പെരുമാറ്റം, അടിസ്ഥാന സൗകര്യങ്ങൾ എന്നീ വിഷയങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കും. വയലപ്ര പാർക്ക്, ഏഴരക്കുണ്ട് വെള്ളച്ചാട്ടം, പഴശ്ശി ഉദ്യാനം, ചൂട്ടാട് ബീച്ച്, പാലക്കാട് സ്വാമിമഠം പാർക്ക്, പാലക്കയം തട്ട് ടൂറിസം കേന്ദ്രം, തലശ്ശേരി ഗുണ്ടർട്ട് മ്യൂസിയം എന്നിവിടങ്ങളിൽ ഈ മാസം 15-ന് മുൻപ് QR കോഡ് സംവിധാനം നിലവിൽ വരും. QR കോഡ് വഴി ലഭിക്കുന്ന പരാതികൾ അസിസ്റ്റന്റ് കലക്ടറുടെ നേതൃത്വത്തിൽ പരിശോധിച്ച് നടപടി സ്വീകരിക്കും. തിരുവനന്തപുരം നഗരത്തിലെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാന കുടിവെള്ള പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. വഴുതക്കാട് വാർഡിൽ കുടിവെള്ളം രൂക്ഷമായിരുന്ന 30 വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു. 2 ആഴ്ചയ്ക്കുള്ളിൽ ശുദ്ധജല വിതരണം കൃത്യമാക്കുമെന്നാണ് വാട്ടർ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട അടുത്ത അവലോകന യോഗം ഈ മാസം 16-ന് ചേരും. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞയും തന്മുദ്ര ജില്ലാതല പരിശീലനവും നാളെ ജില്ലാ കളക്ടർ അരുൺ K. വിജയൻ ഉദ്ഘാടനം ചെയ്യും. രാജ്യത്തെ ലഹരി വിമുക്തമാക്കാനുള്ള കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയത്തിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഓണത്തിന് മുന്നോടിയായി ഈ മാസം 14 മുതൽ അടുത്ത മാസം 20 വരെ പ്രത്യേക പരിശോധനകൾ നടത്തുമെന്ന് സംസ്ഥാന എക്സൈസ് വകുപ്പ്. ഓണക്കാലത്ത് വ്യാജമദ്യത്തിന്റെയും ലഹരി മരുന്നിന്റെയും വിതരണവും വിപണനവും ഫലപ്രദമായി തടയുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി വൻതോതിലുള്ള സ്പിരിറ്റ്, മാഹിയിൽ നിന്നുള്ള മദ്യം, വിദേശമദ്യം, ചാരായവാറ്റ് എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകും. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് രാത്രികാല പട്രോളിംഗ് കാര്യക്ഷമമാക്കുമെന്നും എക്സൈസ് വകുപ്പ് അറിയിച്ചു. പാലക്കാട് ചിറ്റൂരിൽ കാറിന്റെ സീറ്റുകൾക്കിടയിലെ രഹസ്യ അറയിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച 3 കോടിയോളം രൂപയുടെ കുഴൽപ്പണം പിടികൂടി. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ചിറ്റൂർ പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വിശ്വ കായിക മഹാമേള ഒളിമ്പിക്സിന് ഇന്ന് പാരീസിൽ സമാപനം. അടുത്ത ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസിൽ. അത്യുൽപാദന ശേഷിയുള്ളതും കാലാവസ്ഥാ മാറ്റത്തെ അതിജീവിക്കുന്നതുമായ 109 കാർഷിക വിളയിനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കും. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിൽ ജനകീയ തിരച്ചിൽ തുടരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിനിടയാക്കിയത് കനത്ത മഴയെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രാഥമിക റിപ്പോർട്ട്.
ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് താൽക്കാലിക പുനരധിവാസത്തിനായുള്ള നടപടികൾ സജീവം. പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് 5-അംഗ സമിതിയെ നിയോഗിച്ചു. മുസ്ലിം ലീഗ് നേതാവും മുൻമന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അന്തരിച്ചു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അനുശോചിച്ചു. നിറപുത്തരി പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് തുറക്കും. നിറപുത്തരി പൂജ നാളെ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.